ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കെ മുരളീധരന്റെ തോൽവിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ തുടർന്ന് DCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് ജോസ് വള്ളൂർ. UDF ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചതായി MP വിൻസെന്റ്. കുന്നംകുളത്ത് അപകടം പറ്റിയെന്ന് പറഞ്ഞ് ആശുപത്രിയിലെത്തിച്ച യുവാവിന്റെ മരണം കൊലപാതകം. സംഭവത്തിൽ 3 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ജൂലൈ 3-ന് ശേഷം ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികർ സഭയ്ക്ക് പുറത്ത്. ഉത്തരവ് പാലിക്കാത്ത വൈദികർക്ക് പൗരോഹിത്യ ശുശ്രൂഷയിൽ വിലക്കേർപ്പെടുത്തും. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരന്റെ തോൽവിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ തുടർന്ന് DCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് ജോസ് വള്ളൂർ. UDF ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചതായി MP വിൻസെന്റും അറിയിച്ചു. അതിനിടെ തൃശൂരിലെ കോൺഗ്രസ് തോൽവിയിൽ വീണ്ടും പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. ദില്ലിയിൽ നിന്ന് തിരിച്ചെത്തി DCC ഓഫീസിലേക്ക് വന്ന ജോസ് വള്ളൂരിന് ഒരു വിഭാഗം പ്രവർത്തകർ സ്വീകരണമൊരുക്കിയിരുന്നു. ഇത് വീണ്ടും ഓഫീസിൽ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയായിരുന്നു. തുടർന്ന് DCCയിലെ ഭാരവാഹി യോഗത്തിൽ ജോസ് വള്ളൂർ രാജിവെച്ചതായി അറിയിച്ചു. UDF ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചതായി MP വിൻസെന്റും അറിയിച്ചു. അതിനിടെ തൃശൂരിലെ കോൺഗ്രസ് തോൽവിയിൽ വീണ്ടും പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. DCC ഓഫീസിന് മുൻപിൽ പ്രസിഡന്റ് ജോസ് വള്ളൂരിന് ഐക്യദാർഢ്യം അറിയിച്ചാണ് പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ യഥാർത്ഥ പ്രതികളെ സംരക്ഷിച്ച് ജോസ് വള്ളൂരിനെ ബലി കൊടുക്കരുതെന്ന് പോസ്റ്ററിൽ പറയുന്നു. ജോസ് വള്ളൂരിനെതിരെ നേരത്തെയും ചേരിതിരിഞ്ഞ് അണികൾ പോസ്റ്റർ പ്രചാരണം നടത്തിയിരുന്നു. മീഡിയ ടൈം, തൃശൂർ. കുന്നംകുളത്ത് അപകടം പറ്റിയെന്ന് പറഞ്ഞ് ആശുപത്രിയിലെത്തിച്ച യുവാവിന്റെ മരണം കൊലപാതകം. സംഭവത്തിൽ 3 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ചെറുവത്താണി സ്വദേശി 26 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. പ്രതികൾ വിഷ്ണുവിനെ മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. കൊല്ലപ്പെട്ട വിഷ്ണുവിന്റെ സുഹൃത്തുക്കളും ചെറുവത്താണി സ്വദേശികളുമായ ഷിജിത് കണ്ണൻ, ശ്രീശാന്ത്, വിഷ്ണുരാജ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇന്നലെ രാത്രി 9 മണിയോടെയാണ് പ്രതികൾ ചേർന്ന് ഇരുചക്രവാഹനത്തിൽ വിഷ്ണുവിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. സ്കൂട്ടറിൽ നിന്ന് വീണ് പരിക്കേറ്റു എന്നാണ് ആശുപത്രി അധികൃതരെ അറിയിച്ചത്. പരിശോധനയിൽ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിച്ചു എന്ന് മനസ്സിലാക്കിയ ഡോക്ടർമാർ ഇക്കാര്യം പോലീസിൽ അറിയിക്കുമെന്ന് വ്യക്തമാക്കി. ഇതോടെ പ്രതികൾ ആശുപത്രിയിൽ അക്രമം അഴിച്ചുവിട്ടു. വിവരമറിഞ്ഞ് കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി 3 കസ്റ്റഡിയിലെടുത്തു. അതിനിടെയാണ് വിഷ്ണുവിനെ 3 പേരും ചേർന്ന് മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത്. ഇതോടെ പ്രതികൾ കുറ്റം സമ്മതിച്ചു. മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തെ തുടർന്നാണ് വിഷ്ണുവിനെ മർദ്ദിച്ചതെന്ന് പ്രതികൾ പോലീസിനോട് വ്യക്തമാക്കി. ഇതോടെ 3 അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. മീഡിയ ടൈം, തൃശൂർ. ജൂലൈ 3-ന് ശേഷം ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികർ സഭയ്ക്ക് പുറത്ത്. കടുത്ത നടപടിയുമായി സീറോ മലബാർ സഭ. ഉത്തരവ് പാലിക്കാത്ത വൈദികർക്ക് പൗരോഹിത്യ ശുശ്രൂഷയിൽ നിന്നും വിലക്കേർപ്പെടുത്തും. ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലാണ് സർക്കുലർ ഇറക്കിയത്. വിമതർക്കെതിരെ കടുത്ത നടപടിയുമായി സീറോ മലബാർ സഭ. ജൂലൈ 3-ന് ശേഷം ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികർ സഭയ്ക്ക് പുറത്തായിരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. നടപടി നേരിടുന്ന വൈദികർക്ക് വിവാഹം നടത്താനും അധികാരമില്ല. എറണാകുളം അങ്കമാലി അതിരൂപത മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലാണ് സർക്കുലർ ഇറക്കിയത്. ഈ സർക്കുലർ ജൂൺ 16 ഞായറാഴ്ച അതിരൂപതയിലെ എല്ലാ പള്ളികളിലും വായിക്കണം. സഭാ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കത്തോലിക്ക സഭയിൽ തുടരാൻ ആരെയും അനുവദിക്കില്ലെന്നാണ് തീരുമാനം. മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരമാണ് വിമതർക്കെതിരെ സഭാ നേതൃത്വം നടപടി സ്വീകരിക്കുന്നത്. സീറോ മലബാർ സഭയിലെ എല്ലാ വൈദികർക്കും ഈ ഉത്തരവ് ബാധകമായിരിക്കുമെന്നും സർക്കുലറിൽ പറയുന്നു. ഉത്തരവ് പാലിക്കാത്ത വൈദികർക്ക് പൗരോഹിത്യ ശുശ്രൂഷയിൽ നിന്നും വിലക്കേർപ്പെടുത്തും. കുർബാനയുടെ ആമുഖ ഭാഗം ജനാഭിമുഖമായും പ്രധാന ഭാഗം അൾത്താരയ്ക്ക് അഭിമുഖമായും അവസാന ഭാഗം ജനാഭിമുഖമായും നിർവഹിക്കുക എന്നതാണ് ഏകീകരിച്ച രീതി. നിലവിൽ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ഉള്ളത് ഏകീകരിച്ച രീതി തന്നെയാണ്. എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപത, തൃശൂർ, തലശ്ശേരി അതിരൂപതകളിൽ ജനാഭിമുഖ കുർബാനയാണ് നിലനിൽക്കുന്നത്. കുർബാന അർപ്പിക്കുന്ന രീതിയിലാണ് തർക്കം. മീഡിയ ടൈം, കൊച്ചി. ഫംഗസ് ബാധ വില്ലനായി എത്തിയതോടെ കപ്പ കർഷകർ ദുരിതത്തിൽ. മേലൂർ പഞ്ചായത്തിലാണ് കപ്പ കർഷകരുടെ നടുവൊടിച്ച് ഫംഗസ് ബാധ വ്യാപകമായിരിക്കുന്നത്. പൂലാനി കൊളക്കാട്ട് വീട്ടിൽ ശിവരാജന്റെ ഏക്കർ കണക്കിന് സ്ഥലത്തെ കപ്പകളിലാണ് ഫംഗസ് ബാധ വ്യാപിച്ചിരിക്കുന്നത്. ലക്ഷങ്ങൾ കടമെടുത്ത് പാട്ടത്തിനെടുത്ത 2 ഏക്കർ സ്ഥലത്താണ് ശിവരാജൻ കപ്പ കൃഷി ഇറക്കിയത്. ഇതിൽ പൂലാനി നിലമ്പതി ഭാഗത്ത് കരഭൂമിയിൽ 1 മാസം മുമ്പ് കൃഷിയിറക്കിയ കപ്പയിലാണ് ഫംഗസ് ബാധ. മുൻവർഷങ്ങളിലും ഫംഗസ് ഈ മേഖലയിലെ കപ്പ കർഷകർക്ക് വില്ലനായി തീരുന്നു. പൂലാനി കൊമ്പിച്ചൽ പാടശേഖരങ്ങളിലാണ് അന്ന് ഫംഗസ് ബാധ കണ്ടത്.
നിരവധി കർഷകർക്ക് അന്ന് കനത്ത നഷ്ടമാണ് വരുത്തിവെച്ചത്. പാടശേഖരത്ത് ഫംഗസ് ബാധ വന്നതിനെ തുടർന്ന് കർഷകർ കപ്പ കൃഷി കരഭൂമിയിലേക്ക് മാറ്റി. ഇപ്പോൾ കരഭൂമിയിലും കൃഷി ഇറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വന്നിരിക്കുന്നത്. നേന്ത്രവാഴ കൃഷിക്ക് പുറമെ മേലൂരിൽ കപ്പ കൃഷിയും വ്യാപകമാണ്. മീഡിയ ടൈം, ചാലക്കുടി. തിരുവനന്തപുരം സത്യജിത്ത് റേ ഫിലിം സൊസൈറ്റിയുടെ മികച്ച ഒന്നാമത്തെ ഡോക്യുമെന്ററിക്കുള്ള അവാർഡ് പാരമ്പര്യത്തിലൂന്നിയുള്ള വിസ്മയത്തിന്റെ സംവിധായകൻ സുബിൻ കണ്ണദാസ് ഏറ്റുവാങ്ങി. തഴപ്പായ നെയ്ത്ത് മേഖലയെ ആസ്പദമാക്കിയാണ് ഡോക്യുമെന്ററി നിർമ്മിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം AKG സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച അവാർഡ് ദാന സമ്മേളനം സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. കവിയും ചലച്ചിത്രഗാന രചയിതാവുമായ പ്രഭാവർമ്മ പുരസ്കാരം സമ്മാനിച്ചു. സിനിമ സംവിധായകനും തിരക്കഥാകൃത്തുമായ ബാലു കിരിയത്ത് പ്രശസ്തി പത്രം കൈമാറി. അന്യം നിന്നുകൊണ്ടിരിക്കുന്ന തഴപ്പായ നെയ്ത്ത് മേഖലയെ ആസ്പദമാക്കി സുബിൻ കണ്ണദാസ് സംവിധാനം നിർവഹിച്ച പാരമ്പര്യത്തിലൂന്നിയ വിസ്മയം നിർമ്മിച്ചത് തിരുവനന്തപുരം ദൂരദർശനാണ്. സജീവ് കുമാറാണ് ക്യാമറ. കൈലാസ് കാർത്തികേയനാണ് എഡിറ്റിംഗ്. മികച്ച രണ്ടാമത്തെ ഡോക്യുമെന്ററിക്കുള്ള ഭരത് PG ആന്റണി സ്മാരക ദേശീയ അവാർഡും പാരമ്പര്യത്തിലൂന്നിയുള്ള വിസ്മയത്തിന് ലഭിച്ചിരുന്നു. നടി ഷീല, നടൻ ശങ്കർ, G വേണുഗോപാൽ, പ്രേംകുമാർ, സൂര്യകൃഷ്ണമൂർത്തി, ജോർജ് ഓണക്കൂർ, രാജസേനൻ, GS വിജയൻ, സുരേഷ് ഉണ്ണിത്താൻ, വേട്ടക്കുളം ശിവാനന്ദൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ചുമർ ചിത്രകാരൻ ഡോക്ടർ സാജു തുരുത്തിലിനെ പറ്റി ജയേഷ് ബർസാത്തി തയ്യാറാക്കിയ ഡോക്യുമെന്ററി വരയടയാളങ്ങൾ പറവൂർ കൈരളി തിയേറ്ററിൽ പ്രദർശിപ്പിച്ചു. കാലടി സംസ്കൃത സർവകലാശാലയിലെ ചുവർ ചിത്രകലാ വിഭാഗം മേധാവിയാണ് ഡോക്ടർ സാജു തുരുത്തിൽ. വരയടയാളങ്ങളുടെ പ്രദർശനോദ്ഘാടനം പ്രൊഫസർ MK സാനു നിർവഹിച്ചു. തന്റെ ചിത്രങ്ങൾ പൊതുയിടങ്ങളിൽ പ്രദർശിപ്പിച്ചതോടൊപ്പം തന്റെ വീടും ഗ്യാലറിയാക്കി മാറ്റിയ കലാകാരനെ അഭ്രപാളിയിലേക്ക് പകർത്തി ചരിത്രത്തിന് പഠനാർഹമായൊരു മാതൃക തീർത്തിരിക്കുകയാണ് വരയടയാളങ്ങൾ. കാലടി സംസ്കൃത സർവകലാശാലയിലെ ചുവർ ചിത്രകലാ വിഭാഗം മേധാവിയാണ് ഡോക്ടർ സാജു തുരുത്തിൽ. സാജു മാഷിന്റെ കലാജീവിതം അതിമനോഹരമായിട്ടാണ് ജയേഷ് ബർസാത്തി ഡോക്യുമെന്ററി ആക്കിയിട്ടുള്ളത്. വരയടയാളങ്ങളുടെ പ്രദർശനോദ്ഘാടനം പ്രൊഫസർ MK സാനു നിർവഹിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ മന്ത്രി S ശർമ്മ, MLA മാരായ റോജി M ജോൺ, ടൈസൺ, ബാലസാഹിത്യകാരൻ CP പള്ളിപ്പുറം, തുഞ്ചത്തെഴുത്തച്ഛൻ, മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ L സുഷമ, മുൻ വൈസ് ചാൻസലർ ഡോക്ടർ MC ദീപ് കുമാർ, NM പിയേഴ്സൺ, ശ്രീമൂലനഗരം മോഹൻ, പൂയപ്പള്ളി തങ്കപ്പൻ, ഫാദർ എബ്രാഹിം കുരുനിനിക്കൽ, ബക്കർ മേത്തല, ജോസഫ് പനക്കൽ, മുൻ MP KP ധനപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ ടൈം, പറവൂർ. ഇനി നാട്ടിൽ നടന്നത്. മൂന്നാം മോദി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയോടനുബന്ധിച്ച് കൊടുങ്ങല്ലൂരിൽ BJP നേതാവ് AR ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. മാളയിലും കൊടകരയിലും ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നു. BJP മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി സമാപിച്ചു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. തീരദേശത്ത് വൻ കഞ്ചാവ് വേട്ട. ചിലങ്ക സെന്ററിൽ നിന്നും 12 കിലോഗ്രാം കഞ്ചാവുമായി യുവാവിനെ തൃശൂർ റൂറൽ ജില്ലാ ഡൻസഫ് ടീമും വാടാനപ്പള്ളി പോലീസും ചേർന്ന് പിടികൂടി. മഹാരാഷ്ട്ര ഔറംഗാബാദ് സ്വദേശി സയ്യിദ് ഇർഫാനാണ് അറസ്റ്റിലായത്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ISHO ബിനു, SI മാരായ മുഹമ്മദ് റഫീഖ്, ശ്രീലക്ഷ്മി, തൃശൂർ റൂറൽ ഡൻസാഫ് SI മാരായ പ്രദീപ്, CR ജയകൃഷ്ണൻ എന്നിവരും ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പുത്തൻചിറ പാറമേൽ തൃക്കോവിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഓഫീസ് ബിൽഡിംഗ് ശിലാസ്ഥാപനം നടന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ശിലാസ്ഥാപനം നിർവഹിച്ചു. രാജേഷ് ആറേലിൽ, PC ബാബു, GK ഗോപാലകൃഷ്ണൻ, PI രവി എന്നിവർ പ്രസംഗിച്ചു. മൂതിരക്കണ്ണിയിൽ ജനവാസ മേഖലയിൽ കാട്ടാനകൾ കനത്ത നാശം വിതയ്ക്കുന്നു. 4 ദിവസമായി നിരന്തരമായി കാട്ടാന ശല്യം ഉണ്ടായിട്ടും വനപാലകർ യാതൊരു നടപടിയും എടുത്തില്ല. അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് സ്ഥലം സന്ദർശിച്ച് RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യുജിൻ മൊറേലി ആവശ്യപ്പെട്ടു. കരിപ്പായി ദേവസ്യക്കുട്ടി, തോട്ടിയാൻ പൗലോസ്, കരിപ്പായി മേരി, ചെറിയത്ത് ഏലിയ, റോയ് കരിപ്പായി, സോജൻ കരിപ്പായി, ജോയ്സൺ തുടങ്ങിയവരുടെ വീട്ടുപറമ്പുകളിലാണ് നഷ്ടങ്ങൾ സംഭവിച്ചത്. ആദ്യമായാണ് ഇവിടെ കാട്ടാനകൾ എത്തുന്നത്. NCPS കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കമ്മിറ്റി സ്ഥാപക ദിനം ആഘോഷിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് AR സുകുമാരൻ പതാക ഉയർത്തി. പുത്തൻചിറ മണ്ഡലം പ്രസിഡന്റ് MM വഹാബ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സംസ്ഥാന കമ്മിറ്റി അംഗം KA ഷംസുദ്ദീൻ പ്ലസ് 2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും
A+ നേടിയവർക്ക് ഉപഹാരം നൽകി. ജില്ലാ സെക്രട്ടറി ES ശശിധരൻ, ഗീത, കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് PR ശക്തിധരൻ, ജില്ലാ കമ്മിറ്റി അംഗം KK സലീം എന്നിവർ സംസാരിച്ചു. NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം ചാലക്കുടി ഏരിയയിൽ പതാക ദിനം ആചരിച്ചു. നഗരസഭ ഓഫീസിന് മുന്നിൽ നടന്ന ചടങ്ങിൽ ഏരിയ പ്രസിഡന്റ് PK സുബ്രഹ്മണ്യൻ പതാക ഉയർത്തി. ജില്ലാ പ്രസിഡന്റ് PB ഹരിലാൽ വിശദീകരണം നടത്തി. ഏരിയ സെക്രട്ടറി KM മഞ്ജേഷ് അധ്യക്ഷനായി. 22, 23, 24 തീയതികളിലായി കോഴിക്കോട് വെച്ചാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. 22 നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കൊടുങ്ങല്ലൂർ നഗരസഭ 13ാം വാർഡിൽ 3ാം വർഷവും ഗ്രാമോത്സവം സംഘടിപ്പിച്ചു. നഗരസഭ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലറും സംഘാടക സമിതി ചെയർമാനുമായ PN വിനയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിൽ വിദ്യാഭ്യാസ അവാർഡുകൾ മുൻ നഗരസഭാ ചെയർമാൻ KR ജയത്രനും വിശിഷ്ട വ്യക്തികളെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS ഗൈസാബും ആദരിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് T സജീവൻ, കൗൺസിലർ EJ ഹിമേഷ്, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KM മുസ്താഖ് അലി, PD ധനീഷ്, PA ഗൈറുനിസ എന്നിവർ സംസാരിച്ചു. ഓൺലൈൻ മേഖലയെ അവശ്യ സർവീസായി അംഗീകരിക്കണമെന്ന് ഇന്റർനെറ്റ് DTP ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് ആൻഡ് ഓണേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കൺവെൻഷൻ കേരള സർക്കാരോട് ആവശ്യപ്പെട്ടു. കൺവെൻഷൻ അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് പ്രതാപ് ഇല്ലത്ത് അധ്യക്ഷത വഹിച്ചു. കൺവെൻഷനിൽ സംസ്ഥാന പ്രസിഡന്റ് സൽമാഭായ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജൻ പൈക്കാട്ട, അഷറഫ് പെരുമ്പാവൂർ, സുനീഷ് വയനാട്, ഡോക്ടർ ഫാദർ ഡീക്കൻ ടോണി മേത്തല, ഹേമ തമ്പി, സബിത OR, സുരേഷ് ബാബു മണ്ടത്ര, സോമൻ വർഷ, ഷിബുരാജ് എറണാകുളം തുടങ്ങിയവർ സംസാരിച്ചു. കെസ്മാർട്ട്, CSC തുടങ്ങിയ വിഷയത്തിൽ യാസർ അരാഫ് കൊല്ലം, സലീം കൊല്ലം തുടങ്ങിയവർ സംസാരിച്ചു. എരത്തുരുത്തിൽ ഭാരതീയ ജനതാ പാർട്ടി 19ാം വാർഡ് വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ 1 മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പുസ്തക വിതരണം നടത്തി. BJP കൊടുങ്ങല്ലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി KR വിദ്യാസാഗർ ഉദ്ഘാടനം നിർവഹിച്ചു. BJP കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് KS വിനോദ് കുട്ടികൾക്ക് പുസ്തകങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങിൽ വാർഡ് കൗൺസിലർ പാർവതി സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. എറിയാട് പേ ബസാർ നിവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും നോട്ട് പുസ്തക വിതരണവും സംഘടിപ്പിച്ചു. കയ്പമംഗലം MLA ET ടൈസൺ ഉദ്ഘാടനം ചെയ്തു. ഖാദർ കാവുങ്ങൽ അധ്യക്ഷനായി. UDF കൺവീനർ മുജീബ്, KM ഷാനിർ, നജ്മൽ ഷക്കീർ, CA നൌഷാദ്, PM നിസാർ, KM ഷഫീഖ്, MA സുധീർ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. K മുരളീധരന്റെ തോൽവിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ തുടർന്ന് DCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് ജോസ് വള്ളൂർ. UDF ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചതായി MP വിൻസെന്റ്. കുന്നംകുളത്ത് അപകടം പറ്റിയെന്ന് പറഞ്ഞ് ആശുപത്രിയിലെത്തിച്ച യുവാവിന്റെ മരണം കൊലപാതകം. സംഭവത്തിൽ 3 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ജൂലൈ 3-ന് ശേഷം ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികർ സഭയ്ക്ക് പുറത്ത്. ഉത്തരവ് പാലിക്കാത്ത വൈദികർക്ക് പൗരോഹിത്യ ശുശ്രൂഷയിൽ വിലക്കേർപ്പെടുത്തും. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.